നിങ്ങൾ തന്നെ പരിപാടി മനുഷ്യ കാണിച്ചേ എന്താ ദൈവം പോലെയുള്ള എൻ്റെ ചേട്ടൻ നല്ലൊരു ആലോചനയായിട്ട് വന്നപ്പോൾ നിങ്ങൾ എന്തിനാ വേണ്ടെന്ന് പറഞ്ഞത്? എടാ അരവിന്ദ, നീ ഇത് പറഞ്ഞോട് കേട്ടോണ്ട് നിൽക്കരുത്. ഇങ്ങനെ നിന്ന് പോയി നിനക്ക് പെണ്ണ് കിട്ടാതെ വരും കേട്ടോ. എടാ മഹാലക്ഷ്മി വീട്ടിൽ കയറി വന്ന ആരെങ്കിലും തള്ളി പറയൂടാ? മഹാലക്ഷ്മി അതാരമ്മ മഹാലക്ഷ്മി പുതിയ ആലോചന? എടാ പൊട്ടാ, ഇങ്ങേർക്ക് ആഗ്രഹം എനിക്ക് ആഗ്രഹം ഉണ്ടാ നീ ഒരു പെണ്ണിന്റെ കൈയും പിടിച്ച് കുടുംബത്തൊന്ന് കയറി വരണമെന്ന്. നിന്നോട് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സംഭവം ഇവിടെ വരാൻ നിൽക്കരുത്. ഇയാളുടെ ഉദ്ദേശം വേറെയാ. ഇയാളുടെ മോളെ കൊണ്ട് എന്നെ മക്കളെ കല്യാണം കഴിപ്പിച്ചിട്ടേ എന്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ട് നീ മിണ്ടാടാ എന്റെ സ്വത്ത് മുഴുവൻ അടിച്ചു മാറ്റിയിട്ടേ എന്നെ പുകച്ച് ഇവിടുന്ന് പുറത്തേ അടിച്ചിട്ടേ എന്നെ തിട്ടപ്പാട് ഇരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇയാളെ വരവ് അറിയോ? എന്റെ ചേട്ടനോ? എന്റെ ഈ പാവം ചേട്ടൻ. അയ്യോ എന്റെ മകളുടെ കല്യാണം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. എന്താ എന്തോ പറഞ്ഞേ? എന്തോ മറ്റേ കിലിഗിരി ഭാഷയാന്ന് തോന്നുന്നു. അയ്യോ ദൈവം പോലെ വന്ന് കല്യാണാലോചനയായിട്ട് വന്ന് എന്റെ ചേട്ടൻ ഹൃദയം പൊട്ടി തകർത്ത് അറ്റാക്കി വന്ന് അങ്ങനെ കിടക്കുന്ന ആൾക്ക് CPR ഒന്നും കൊടുക്കാൻ പാടില്ല. എടാ ഇവനെവിടെ പോയടാ? എനിക്കറിയാൻ പറ്റില്ല. ഇത് പേരിലാക്കിയായിരുന്നോ? വീട്ടിലെ കുടുംബത്തെ വിളിച്ചു വെച്ച പെട്ടെന്ന് കിട്ടി നോട്ടെ പൾസോട്ടെ. എടാ അവന്റെ കയ്യല്ലടാ. ചീഞ്ഞ കൈ മാറ്റിയത്. ഓ അതെന്ത് വിഷയമുണ്ട്. ആണോ? അത് ഒന്ന് പിടിച്ചോട്ടോ. ശരിയാവൂ? പിടിച്ചോ. വാവിളി വാവിളി വാവിളി. ആ ബോധം കിടക്കാണല്ലേ. ഒന്ന് വിളിച്ചാ വാവിളി. ആ അടച്ചോ ചവച്ചോ ചവച്ചേ. എടാ അത് 10 മിനിറ്റ് കഴിയുമ്പോൾ റെഡി ആയിക്കോളും. എല്ലാവരും കുറച്ച് ഫ്രഷ് എയർ കൊടുത്ത് 10 മിനിറ്റ് ഞാൻ മടി കിടത്തണം. 10 മിനിറ്റ് അവിടെ കിടക്കട്ടെ. അയ്യോ എന്റെ ചേട്ടൻ ഒരു കല്യാണാലോചനയായിട്ട് വന്നപ്പോ എടാ അരവിന്ദ നിനക്കത് സംഭവിച്ചൂടായിരുന്നോ? അയ്യോ എന്റെ ചേട്ടാ ഈ പെണ്ണ് കിട്ടാത്ത ചെറുക്കന്മാരുടെ കൂടെ ഇട്ടേച്ച് പോവാണ് എന്റെ ദൈവം പോലത്തെ ചേട്ടാ. എന്നെ കൂടെ കൊണ്ടുപോയി ചേട്ടാ. അയാൾ ടൂർ പോലിക്കാണല്ലോ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ കൊന്നേച്ച് വേണ്ടാതിനെ അമ്മ ഒന്നും പറ്റിയിട്ടില്ല. 10 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റോളൂ. ദേഹേ പോയിട്ടുള്ളൂ. ദേഹം ഇവിടെ തന്നെ ഉണ്ട്. നല്ല കനമാ. അയ്യോ ഇത് 10 മിനിറ്റ് കൊണ്ടൊന്നും മാറത്തില്ല. അയ്യോ എന്റെ ചേട്ടൻ പോയേ. ഈ കെട്ടാത്തവന്മാരെ കൂടെ എന്നെ നിർത്തിയേച്ച് പോകല്ലേ ചേട്ടാ. എന്നെ കൂടെ കൊണ്ടുപോയി ചേട്ടാ. അയ്യോ ചേട്ടാ അമ്മ ഒന്നും കരയാണ്ടിരുന്നേ. നിനക്കൊക്കെ കേൾക്കാൻ മേലായിരുന്നു അരവിന്ദ് ആ ചേട്ടൻ പറഞ്ഞത്. അയ്യോ എടാ എടാ നീ 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 അമ്മ പറയുന്നത് കേക്കാവോ? അമ്മക്ക് ഇപ്പൊ എന്താ വേണ്ടത്? എടാ നീ അമ്മ ചേട്ടന്റെ മോളെ കേട്ടാവോ? എടാ പറയടാ ചേട്ടാ. കിടപ്പ് കണ്ടില്ലടാ. എടാ അരവിന്ദ ഞാൻ കേട്ടാ കേട്ടൂല്ലോ. സത്യം കേട്ടാ. അമ്മയുടെ തല എപ്പോഴും സത്യം ചെയ്യും. അമ്മയാണ് സത്യം. ഞാൻ കെട്ടിക്കോളാം. കരയാണ്ടിരിക്കും. 10 മിനിറ്റ് കഴിയുമ്പോൾ എണീറ്റോളൂ. നീ കെട്ടുവോ? സത്യം. ഞാൻ വാക്ക് മാറില്ല. കെട്ടാൻ പോരെ. ആത്മാവിന് ശാന്തി കിട്ടി. ചേട്ടാ 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 എണീക്ക് ചേട്ടാ. അവര് സമ്മതിച്ചു ചേട്ടാ. എടാ അങ്ങനെയെങ്കിൽ അവന്റെ കല്യാണം നടക്കട്ടെ എന്ന് കരുതി ഞാനും ചേട്ടനും കളിച്ച കളിയാടാ ഇത്. ഞാൻ പറഞ്ഞില്ല അതിന്റെ അടുത്ത്. മനുഷ്യ അച്ഛൻ സമ്മതിച്ചു ചേട്ടാ. എണീക്കാൻ ചേട്ടാ സമ്മതിച്ചവൻ. അവിടെ അരവിന്ദ് സമ്മതിച്ചെന്ന്. ആശുപത്രി കൊണ്ടോടാ. എന്തിനാ നീ മരുന്ന് കൊടുത്തില്ലേ? പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടോടാ. എന്താ കാര്യം എന്താ? ഹാർട്ട് നിന്ന് നോക്കി കഴിഞ്ഞാൽ ഹാർട്ട് ബീറ്റ് കൂടാനുള്ള മരുന്നാണത്. ഇത് പറ്റിക്കണമെന്ന് എനിക്കറിയായിരുന്നോ? ഞാൻ